ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ, CMO ദീപം ഹോസ്പിറ്റൽ. ഇന്ന് നമ്മുടെ ചാനൽ, മീഡിയ അവെയർനെസ് ചാനൽ, നിങ്ങൾക്ക് കാട്ടിത്തരാൻ പോകുന്നത് വെള്ളത്തിൽ വീണു കഴിഞ്ഞാലുള്ള ഫസ്റ്റ് എയ്ഡ്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് മെഡിസിൻ പ്രൊഫസർ ഡോക്ടർ പത്മകുമാർ സാർ. മുങ്ങി മരണം പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട്. വെള്ളത്തിൽ വീഴുമ്പോൾ തന്നെ തൊണ്ടയിലെ മാംസപേശികൾ വളരെ ശക്തിയായി സങ്കോചിക്കുമ്പോൾ ശ്വാസതടസ്സമുണ്ടായി മരിക്കുന്നതിനെ ഡ്രൈ ഡ്രൗണിംഗ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ മരിക്കുന്ന വ്യക്തിയുടെ ശ്വാസകോശത്തിൽ ഒരു തുള്ളി വെള്ളം പോലും കാണണമെന്നില്ല. മറിച്ച് വെള്ളത്തിൽ വീഴുമ്പോൾ വെള്ളം കുടിച്ച് അത് ശ്വാസകോശത്തിലും എത്തി ഉണ്ടാകുന്ന ആ മരണത്തെ നമ്മൾ വെറ്റ് ഡ്രൗണിംഗ് എന്നാണ് വിളിക്കുന്നത്. ഈ രണ്ട് തരത്തിലുള്ള മുങ്ങിയ മരണങ്ങളാണ് സമൂഹത്തിൽ കണ്ടുവരുന്നത്. നീന്തൽ അറിയാവുന്ന വ്യക്തിയായിരിക്കണം എപ്പോഴും മുങ്ങിത്താഴുന്ന ഒരു വ്യക്തിയെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനായി ശ്രമിക്കേണ്ടത്. അങ്ങനെ കരയ്ക്ക് അടുപ്പിക്കുന്ന ഈ വ്യക്തിയെ എത്രയും വേഗം കമഴ്ത്തി കിടത്തി ശ്വാസകോശത്തിലും അതുപോലെ തന്നെ വയറ്റിലും എല്ലാം തന്നെ സംഭരിച്ചിരിക്കുന്ന വെള്ളം ഞെക്കിക്കളയുക എന്നുള്ളതാണ് പ്രഥമ ശുശ്രൂഷകൻ ആദ്യം ചെയ്യേണ്ടത്. ഇതിനായി വെറും നിലത്ത് ഈ വ്യക്തിയെ കമഴ്ത്തി കിടത്തി പുറത്ത് ശക്തിയായിട്ട് അമർത്തുക. ഇങ്ങനെ അമർത്തുമ്പോൾ ശ്വാസകോശത്തിലും അതുപോലെ തന്നെ ആമാശയത്തിലും എല്ലാം തന്നെ ശേഖരിച്ചിരിക്കുന്ന വെള്ളം പുറത്തേക്ക് പോകുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ കഴുത്ത് ഒരു വശത്തേക്ക് ചരിച്ചു വെക്കുന്നത് നന്നായിരിക്കും. വെള്ളം മുഴുവൻ പുറത്ത് കളഞ്ഞതിന് ശേഷം തൊണ്ടയിലും അതുപോലെ തന്നെ വായിലും മൂക്കിലും എല്ലാം തന്നെ പറ്റിയിരിക്കുന്ന ചെടികളുടെ അവശിഷ്ടങ്ങൾ, ചെളി തുടങ്ങിയ വസ്തുക്കൾ ഒരു തൂവാലയോ മറ്റോ ഉപയോഗിച്ച് വൃത്തിയാക്കുന്നത് ശ്വാസോച്ഛ്വാസം സുഗമമാക്കുവാൻ സഹായിക്കും. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ മിക്കവാറും അവസരങ്ങളിൽ ഈ വ്യക്തി ശ്വാസോച്ഛ്വാസം ചെയ്തു തുടങ്ങും. അതിനുശേഷം ഈ വ്യക്തിയെ നേരെ കിടത്തിയതിന് ശേഷം ആവശ്യമെങ്കിൽ ഹൃദയസ്തംഭനത്തിൻ്റെയോ അതുപോലെ തന്നെ ശ്വസനസ്തംഭനത്തിൻ്റെയോ ലക്ഷണങ്ങൾ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ കൃത്രിമമായിട്ടുള്ള ഹൃദയ സ്പന്ദനവും അതുപോലെ തന്നെ കൃത്രിമമായിട്ടുള്ള ശ്വാസോച്ഛ്വാസവും നൽകണം. വെള്ളത്തിൽ വീണ വ്യക്തിയെയും തീർച്ചയായിട്ടും നമ്മൾ ആശുപത്രിയിൽ എത്തിക്കണം. കാരണം പലപ്പോഴും ഇത് ലേറ്റ് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള സങ്കീർണതകൾ, ന്യൂമോണിയ ഉൾപ്പെടെയുള്ള സങ്കീർണതകൾ ഉണ്ടാക്കാം എന്നതുകൊണ്ട് തീർച്ചയായിട്ടും വൈദ്യസഹായം തേടുവാൻ മടിക്കരുത്.